നമ്മൾ ഈ വീഡിയോയിൽ ചെയ്ത് നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു AK-47 പുതിയ മോഡൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തൊരു വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ പവർ ടെസ്റ്റാണ്. ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ചെറുതായിട്ടൊന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് വാട്ടർ ബലൂണിലും വാട്ടർ ബോട്ടിൽ അതുപോലെ പേപ്പർ ഗ്ലാസ് ഈ മൂന്നിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് ബലൂണിലാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ട്രിഗർ വലിച്ച് ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ നോക്കി നോക്കുക. ബലൂണിൽ തട്ടുന്നുണ്ടെങ്കിലും മറ്റേ ഗൺസ് പോലെ തന്നെ പൊട്ടുന്നില്ല. ഇത് പൊട്ടാത്തതിൻ്റെ റീസൺ ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കുട്ടികൾ യൂസ് ചെയ്യുന്ന വെപ്പൺ ആയതുകൊണ്ടാണ് അത് അവർ ഒരു പവർ കുറച്ച് വെച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നൊരു 10 ഫീറ്റ് ഡിസ്റ്റൻസിലാണ്. കുറച്ച് അടുത്തുനിന്ന് ചെയ്ത് നോക്കാം. അടുത്ത് വെക്കുമ്പോഴും സെയിം പവർ തന്നെയാണ് വരുന്നത്. ബുള്ളറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഊരണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് വേണം ഊരാൻ. അല്ലാതെ വലിച്ചാൽ കിട്ടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നുകൂടെ പറയാം. സ്പ്രിങ് വലിച്ച് ഇവിടെ ഒരു ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് വരും. ഇത് യൂസ് ചെയ്യുക. നമ്മളടുത്തത് ബോട്ടിലാണ് ചെയ്യാൻ പോണത്. ബോട്ട് ചെറുതായിട്ടൊന്ന് പുഷ്പായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ടച്ച് ചെയ്ത് ഇളകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ബുള്ളറ്റ് തുളഞ്ഞു കയറാനുള്ളൊരു ഫോഴ്സ് ബലൂണുമ്പോൾ തന്നെ പൊട്ടുന്നില്ല. അപ്പോൾ കുപ്പി എന്തായാലും കയറില്ലല്ലോ. ഇതാണ് നമ്മുടെ ബോട്ടിലുമുള്ള ഗണ്ണിൻ്റെ പവർ. ആൾ കാണുന്ന ലെങ്ത്തേ ഉള്ളൂ, അത്ര ക്രൂരനല്ല, ആരും ഉപദ്രവിക്കുന്നില്ല. ഓക്കെ, ഡോണ്ട് ഷൂട്ട് ഹ്യൂമൻ ആൻഡ് അനിമലിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്ത ആൾക്ക് പ്രാന്തൊരുക്കി വെച്ചിട്ടാണോ അതോ ഇനി തട്ടിയ ആൾക്ക് ചിരി വെച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ബലൂണിൽ ടച്ച് ചെയ്തിട്ട് പവറില്ലാന്നുണ്ടെങ്കിലും ആ വാളിൽ തട്ടി റിട്ടേൺ വരുമ്പോൾ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ ഒരു പെയിൻ ഉണ്ട് സംഭവം. ബലൂണും വാട്ടർ ബോട്ടിലും പോലൊരു കാര്യമില്ലാന്ന് മനസ്സിലായി. നമുക്ക് പേപ്പർ ഗ്ലാസ്സും ചെയ്ത് നോക്കാം. ഗ്ലാസ് വീഴുന്നെങ്കിലും നോക്കി നോക്കാം, അതിനുള്ള പവർ ഉണ്ടോ നോക്കാം. പേപ്പർ വീഴാനുള്ള പവറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ലേസർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ലേസർ പോയിന്റ് നിങ്ങൾക്ക് വാളിൽ കാണുന്നുണ്ടോ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലേസറിൻ്റെ പോയിന്റിലോട്ട് തന്നെയാണോ ബുള്ളറ്റ് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മേലത്തെ ഗ്ലാസ് തന്നെയാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ചേർമ പോലും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ലേസർ വെറുതെയാണ്, ഷോ ഓഫ് തന്നെ ഉള്ളൂ. ഓക്കെ, ലേസർ കിടക്കുന്നത് മേലത്തെ ഗ്ലാസ്സിലും ബുള്ളറ്റ് പോയത് താഴത്തെ ഗ്ലാസ്സിലേക്കാണ്. നമ്മളെ ഗണ്ണ് മൊത്തത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. പക്ഷെ അതിൻ്റേതായ പോരായ്മ ഉണ്ട്, സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അധികം പവറൊന്നുമില്ല. പക്ഷെ റിട്ടേൺ വരുമ്പോൾ നല്ല പവറുണ്ട്. വാളിലൊക്കെ ടച്ച് ചെയ്ത് റിട്ടേൺ വരുമ്പോൾ നമ്മൾ ദേഹത്തിട്ടുമ്പോൾ നല്ല പെയിൻ ഉണ്ട്. പിന്നെ ലോങ് ഷോട്ടൊന്നും പറ്റില്ല, അടുത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലുക്ക് വൈസ് അടിപൊളിയാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. നമ്മളൊരു കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ഫീലുണ്ട്. അപ്പോൾ മേടിക്കുന്നവർ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ലേസർ മേലൊക്കെ വെച്ച് കൊണ്ടുവന്ന് നോക്കിയത്. ഓ
സൂപ്പർ ഷോട്ടാണ് ഗൈസ്. തൊട്ടടുത്തൊന്നും ലേസർ വെച്ച് ഷൂട്ട് ചെയ്തേക്കാം, അതേലും കൊണ്ടുവന്ന് നോക്കാം. ഇല്ല ഗൈസ്, എന്നിട്ടും പൊട്ടുന്നില്ല. ഓ, ഓടിപ്പോണ ബലൂണിനെ ഓടിച്ചിട്ടടിക്കും.